2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. അരക്കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ചോക്കാട് ആനക്കല്ല് അങ്കണവാടിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. അങ്കണവാടിക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റീത്ത് സമർപ്പിച്ചു. പ്രതിഷേധം സിപിഎം ചോക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ.ടി. മുജീബ് ഉദ്ഘാടനം ചെയ്തു. നവംബർ 30-നാണ് ചോക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അന്നത്തെ സ്ഥലം മെമ്പറും കൂടിയായ ഇ.പി. സിറാജുദ്ദീൻ അങ്കണവാടി ഉദ്ഘാടനം ചെയ്തത്. കെട്ടിടത്തിന് മാത്രം ഏകദേശം 35 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് അങ്കണവാടി നിർമ്മിച്ചത്. നിലവിൽ 25ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്നാൽ കിണർ, വൈദ്യുതി, വേസ്റ്റ് കുഴി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. സുരക്ഷാ പ്രശ്നവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും കാരണം അങ്കണവാടി അടച്ചുപൂട്ടി. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഒരു സുരക്ഷിതത്വവുമില്ലാതെയാണ് സമീപത്തു നിന്ന് വൈദ്യുതി വലിച്ചതെന്നും പറഞ്ഞ് കെട്ടിടത്തിന്റെ അപാകതകളും അഴിമതിയും ആരോപിച്ച് വകുപ്പ് മന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകുന്നതിനും ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റി തീരുമാനിച്ചു. റിത്തിവെക്കൽ സമരത്തിൽ കെ. റനീദ്, റിയാസ് തെച്ചിയോടൻ, രാഹുൽ എടപ്പലം, മിഥുന, ശിവദാസൻ, റമീസ്, അജ്സൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചോക്കാട് പഞ്ചായത്തിലെ ആനക്കല്ല് വാർഡിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ഈ അങ്കണവാടി അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 50 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച അങ്കണവാടി അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പ്രവർത്തിച്ചുള്ള ഈ അങ്കണവാടി കലക്ടറുടെയും അതുപോലെ തന്നെ സൂപ്പർവൈസറുടെയും പ്രത്യേക ഉത്തരവ് പ്രകാരം ഈ അങ്കണവാടി ഇന്ന് പൂട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിനകത്ത് എല്ലാ അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടികൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചോക്കാട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സംഖ്യ ചെലവഴിച്ച ഈ അങ്കണവാടി ഇന്ന് അടിസ്ഥാന സൗകര്യമായ കറണ്ടില്ല, കിണറില്ല, അതുപോലെ വേസ്റ്റ് കുഴിയില്ല, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ അങ്കണവാടിക്കുണ്ട്. ഇതിന് മുമ്പും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ അധികാരികളെ ഈ വിവരം അറിയിച്ചതാണ്. നമുക്കറിയാലോ, കേരളത്തിനകത്ത് ഇതുപോലെയുള്ള അഴിമതി നടത്താൻ മാത്രം ഒരു അങ്കണവാടിയാണ് ചോക്കാട് പഞ്ചായത്തിൽ ആനക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് ഈ പ്രദേശത്ത് മലയോര ഹൈവേയുടെ പ്രദേശത്ത് പോലും 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ഥലവും അതുപോലെ ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നിർമ്മിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഈ സാഹചര്യത്തിൽ ന്യൂസ് ബ്യൂറോ, ചോക്കാട്.